എടി മാലിതിയേ, ഇവിടെ ആരും ഇല്ലേ? എല്ലാരും ഇത് എവിടെ പോയി കിടക്കുവാണോ? ആ, അവളെവിടെയാ മോളെ? ആ ഇപ്പളാ ദിവാകരൻ പറഞ്ഞ എനിക്ക് മനസ്സിലായത്. നീ വളർന്നങ്ങോട്ട് വലുതായി. എൻ്റെ മനസ്സിൽ ചില കണക്കൂട്ടലുകളുണ്ട്. എപ്പോഴും സ്കൂളെന്ന് പറഞ്ഞ് നടന്നാൽ പോരല്ലോ. ചേച്ചി, ചേച്ചി, രാമചേട്ടനിലൂടെ. ആ, ദിവാകരനോ? ആ രാഘവേട്ടാ, എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ, നീ അവിടെ നിൽക്ക്, ആ ഞാനിപ്പോൾ വരാം. ആ ആയിക്കോട്ടെ. റെഡിയായോ? ആ, പോവല്ലേ നമുക്ക്? ആ ദിവാകര, അതെ, അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയായോ? ദൈവമേ, ഇനി എന്ത് ഒപ്പിക്കാനുള്ള പുറപ്പാടിലാണാവോ? ദിവാകര, ഇത് നമ്മൾ ഉദ്ദേശിച്ചല്ലല്ലോടാ കാര്യങ്ങൾ. അതല്ലേ ഞാൻ പറഞ്ഞ നേരത്തെ. വമ്പൻ സെറ്റപ്പൊക്കെ ആണല്ലോ. ആ ദിവാകരനോ? ആ കയറി വാ വാ. ആ, ആ എടി, അവരെത്തി. എത്തിയോ? ദിവാകര, എപ്പോഴാണ് പുറപ്പെട്ടെ? നേരത്തെ പോന്നു. നീ പോയി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ദിവാകര, കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീട് നമുക്കൊരു പ്രശ്നങ്ങളുണ്ടാവാതെ നോക്കണം. കുഴപ്പമില്ല. വെള്ളം കുടിക്കുക. എന്നാ കുടി. അപ്പോൾ രാഘവേട്ടാ, ദിവാകരൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടില്ലേ? എനിക്കിത് വിശ്വസിക്കാവോ? എൻ്റെ മോൻ കുട്ടൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കും. എന്താ പോരെ? എൻ്റെ കയ്യിൽ തരാനായിട്ടൊന്നുമില്ല. പണമൊക്കെ ആർക്ക് വേണം രാഘവേട്ടാ? എന്നാ പിന്നെ ഞങ്ങൾ എന്നാ ശരി. ശരിക്കോട്ടെ. എന്നാ പോവല്ലേ? ശരി, കാണാം. ആയിക്കോട്ടെ. ഇന്ന് പതിവില്ലാതെ നല്ല സന്തോഷത്തിലാണല്ലോ. അവൻ നാളെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോവാ. ആണോ? എനിക്ക് കുറച്ച് വളമാലൊക്കെ വാങ്ങി തരുമോ? മോൻ അച്ഛനോട് പറ. അമ്മ പറഞ്ഞാ മതി. എനിക്ക് വിശക്കുന്നു, വല്ലതും താ. ഇപ്പൊ തരാലോ. കഴിക്കും മോളെ. മോളെ അഞ്ജു. അച്ഛൻ. ആ മോളെ, ഒന്നിങ്ങ് വന്നേ. എന്താ അച്ഛാ? മോള് വിളിച്ചു പറഞ്ഞ മാലയും വളയും കമ്മലും എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. അച്ഛൻ്റെ കുട്ടി പോയി ഇതൊന്ന് ഇട്ടിട്ട് വന്നേ. അച്ഛനൊന്ന് കാണട്ടെ. അച്ഛാ, ഇത് നോക്കി. നാളെ ഞാൻ ഇതിട്ടിട്ടാ സ്കൂളിൽ നിന്ന് ടൂർ പോവാ. എവിടെ? സ്കൂളിൽ നിന്ന് ടൂറ്. അച്ഛൻ്റെ മോളെ,
കാണാൻ നാളെ ഒരു രാജകുമാരൻ വരുന്നുണ്ട്. ആര്? രാജകുമാരനോ? ആ, മോളുടെ കല്യാണം അച്ഛൻ അങ്ങ് ഉറപ്പിച്ചു. എന്ത്? അതെ, മോളുടെ കല്യാണം ഞാൻ അങ്ങ് ഉറപ്പിച്ചു. നടക്കില്ല എന്ത്? നടത്തും ഞാൻ. മോളെ. രാജകുമാരൻ. രാജകുമാരൻ. എന്റെ മോളെ. അഞ്ജു, അഞ്ജു. സിസ്റ്റർ, അവൾ ഇത് വരുന്നില്ല. സിസ്റ്റർ പോയിക്കോ. മര്യാദക്ക് ഒരുങ്ങിയിരുന്നോ? അവരിപ്പോ എങ്ങെത്തും. അച്ഛാ. മിണ്ടരുത്. നോക്കി ഇറങ്ങണേ. ആ രാഘവ, ആ ഇരിക്ക്. ആ ചേച്ചി ഇരിക്ക്. എവിടെ എൻ്റെ മോൾ? കാണട്ടെ. മോളെ അഞ്ജു, മോളെ വാ. ഫോട്ടോയിൽ കണ്ടതിനേക്കാളും സുന്ദരിയായിട്ടുണ്ടല്ലോ. കുട്ടാ, തനക്കിഷ്ടായോ? ഒത്തിരി ഒത്തിരി. കുടിക്കാൻ എന്താ എടുക്കുക? ഒന്നും വേണ്ട രാഘവേട്ടാ. എങ്കിൽ കുട്ടിയെ ഞങ്ങളങ്ങ് കൊണ്ടുപോവാം. അത് പറ്റില്ല. ആരും അറിയാതെ എങ്ങനെയാ? നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണവും താരി കെട്ടും. അതുപോലെ അത് മതി. മതി. ഹായ് അച്ഛ. ഹായ്. വാ മോളെ, സൂക്ഷിച്ച് വേഗം ഇറങ്ങിക്കോ. ഒരാകാലത്തിന് മുമ്പ് വീട്ടിലെത്താം. വാ, പോകാം. എന്താടാ ഇത്? 1000 വട്ടം പറഞ്ഞതാ ഒന്നും ഒപ്പിക്കരുതെന്ന്. ജാതകദോഷം തീരാനാ ആരും വെറുതെ കല്യാണം നടത്തിയത്. നീ വാവച്ച, നാട്ടുകാരെ മൊത്തം അറിയിക്കുന്ന തോന്നുന്നേ. ആ ദിവാകരനോ? വരൂ. തിരക്കിലായിരുന്നോ? മോൻ്റെ ജാതകദോഷമൊക്കെ മാറിയില്ലേ? ഇനി നല്ലൊരു ആലോചന നോക്കിയാലോ നമുക്ക്? ദിവാകര, നീ ചെയ്ത ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇതുപോലെ എത്ര കല്യാണം ഞാൻ നടത്തിയതാ. ആടി ഇവിടെ, ഞാൻ ശരിയാക്കി തരാം. എന്താ മോളെ? എന്റെ ഭാര്യ അവനെ വിളിക്കൊരു യോഗ്യത ഇല്ല. കരയില്ല മോളെ. പേടിച്ചു അമ്മ. കേട്ടോ? പേടിച്ചു. പോകല്ലേ മോനെ. മോനെ. ഇടപാട് അവളുടെ എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചവനെ ഇന്ന് കോടതിയിൽ കൊണ്ടുവരിക. ദൈവം എന്താണേലും അവന് ശിക്ഷ കൊടുക്കാതിരിക്കില്ല. അച്ഛാ, 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 അച്ഛാ.
കളിച്ചിരികൾ മായുന്ന നേരത്ത് ഇവിടെ നോവിൻ്റെ തീക്കനൽ പടരുന്നു. കളിച്ചിരികൾ മായുന്ന നേരത്ത് ഇവിടെ നോവിൻ്റെ തീക്കനൽ പടരുന്നു. ആരൊക്കെയോ ചേർന്ന് വായിച്ച പാഠങ്ങൾ, ആരൊക്കെയോ ചേർന്നു വായിച്ച പാഠങ്ങൾ, പൂരിപ്പിച്ചു പഠിപ്പിച്ച പാഠങ്ങൾ, പഠിച്ച പാഠങ്ങൾ വെറുതെയാവുന്നു. ഞാനൊരു കുഞ്ഞു പൂവായിരുന്ന പോൽ, ഞാനൊരു കുഞ്ഞു പൂവായിരുന്ന പോൽ ഇരുളിൻ്റെ മറവിൽ പിച്ചി ചീന്തിയ സ്വപ്നമേ. ഞാനൊരു കുഞ്ഞു പൂവായിരുന്നപ്പോൾ ഇരുളിൻ്റെ മറവിൽ പിച്ചി ചീന്തിയ സ്വപ്നമേ, ഇനി ഞാനില്ല.